വർക്ക് പ്രോസസ് ഫോർ ഫാർമസി പ്രൊക്യൂർമെന്റ് ഇൻചാർജ്. റോളും അതേപോലെ തന്നെ ഡെയിലി റെസ്പോൺസിബിലിറ്റീസും എന്തൊക്കെയാണെന്നാണ് നമ്മൾ ഇതിലൂടെ ഡിസ്കസ് ചെയ്യുന്നത്. ഫസ്റ്റ് ഓഫ് ഓൾ, പ്രൈമറി റെസ്പോൺസിബിലിറ്റീസ്. ഒന്ന്, ഓവർസീ ദ പ്രൊക്യൂർമെന്റ് എന്ന് പറഞ്ഞാൽ ഈ ഫാർമസ്യൂട്ടിക്കൽസും അതേപോലെ തന്നെ സപ്ലൈസ്, അതിലേക്ക് വേണ്ട നമ്മളിവിടെ ഉപയോഗിക്കുന്ന സാധനങ്ങൾ, മെഡിക്കൽ എക്യുപ്മെന്റ്സ് തുടങ്ങിയ സംഗതികൾ പർച്ചേസ് ചെയ്യലും അതിന്റെ മേൽനോട്ടം വഹിക്കലുമാണ് പിന്നെ ഒന്നാമത്തെ കാര്യം. മെയിൻറ്റെയിൻ ദ ഒപ്റ്റിമൽ സ്റ്റോക്ക് ലെവൽ ഇൻ ദ ഫാർമസി സ്റ്റോർ ആൻഡ് IP ഫാർമസി. പിന്നെ കോർഡിനേറ്റ് വിത്ത് ദ വെൻഡേഴ്സ് for timely delivery and quality assurance, monitor stock level, expiry dates and wastage, adhere to regulatory and hospital standards. ഒരു പ്രൊക്യൂർമെന്റ് ഇൻചാർജിന്റെ റെസ്പോൺസിബിലിറ്റീസ് ആണ് നമ്മളിവിടെ പറഞ്ഞത്. ഓക്കെ, ഇതിൽ നമ്മൾ പറയുന്നത് ഒന്ന് ഓവർസീ പ്രൊക്യൂർമെന്റ് ഫാർമസ്യൂട്ടിക്കൽ ആൻഡ് സപ്ലൈസ് എന്ന് പറഞ്ഞാൽ ഈ ഫാർമസിയിലേക്ക് വാങ്ങുന്ന എല്ലാ പ്രൊഡക്ട്സും ഫാർമസിയിലേക്ക് ഇപ്പൊ അല്ലെങ്കിൽ നമ്മളിപ്പോ മെഡിക്കൽ എക്യുപ്മെന്റ്സ് പോലെയുള്ള മിനിമൽ ലെവലിലുള്ള മെഡിക്കൽ എക്യുപ്മെന്റ്സ് ഒക്കെ എത്തിക്കുക എന്നുള്ള സംഗതികളൊക്കെ ഇൻചാർജിന്റെ ഡ്യൂട്ടിയിൽ വരുന്നതാണ്. അപ്പൊ ഇക്കാര്യങ്ങൾ ഓവർസീ, മേൽനോട്ടം വഹിക്കുക, സ്റ്റോക്ക് മെയിൻറ്റെയിൻ ചെയ്യുക, ഓവർ സ്റ്റോക്ക് നിയന്ത്രിക്കുക, IP ഫാർമസി ഹാൻഡിൽ ചെയ്യുക, അതേപോലെ തന്നെ കോർഡിനേറ്റ് വിത്ത് വെൻഡേഴ്സ്, നമ്മുടെ പാർട്ടികളുമായിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ നടത്തുക, അവരെ ടൈംലി ഡെലിവറി നടത്തുക, ക്വാളിറ്റി കീപ്പ് ചെയ്യുക, പിന്നെ അതേപോലെ തന്നെ റെപ്രസെന്റേറ്റീവുമാരുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക, മാക്സിമം അവൈലബിൾ പിന്നെ ബെനിഫിറ്റ്, അത് നമ്മുടെ പർച്ചേസ് ബെനിഫിറ്റുകൾ ഉണ്ടാക്കുക. ഹോസ്പിറ്റലിനോ അല്ലെങ്കിൽ നമ്മുടെ ആരാണ് ചെയ്യുന്നുണ്ടെങ്കിൽ അവർക്ക് ഹോസ്പിറ്റലിന് വേണ്ടിയിട്ടുള്ള ആ ഒരു ബെനിഫിറ്റുകൾ, ആ ഒരു ഓഫേഴ്സ്, ഇതൊക്കെ പിന്നെ അവരുമായി ഡിസ്കസ് ചെയ്യലും അപ്രൂവൽ എടുത്തതിന് ശേഷം കണ്ടിന്യൂ പർച്ചേസ് ചെയ്യലുമാണ് ഒരു പ്രൊക്യൂർമെന്റ് ഇൻചാർജിന്റെ ഡ്യൂട്ടികളിൽ വരുന്നത്. ഷെഡ്യൂൾ മോർണിംഗ് ടാസ്കിൽ വരുന്നത് ഒന്ന്, റിവ്യൂ സ്റ്റോക്ക് ലെവൽ. ഈ സ്റ്റോക്ക് ലെവലുകളെ റിവ്യൂ ചെയ്യുക, പ്രയോറിറ്റൈസ് ഷോർട്ടേജസ്, അതായത് പിന്നെ സ്റ്റോക്ക് നോക്കിയിട്ട് ഷോർട്ടേജസ് ഉണ്ടെങ്കിൽ അതിന്റെ ഓർഡർ ലെവൽസ് ക്ലിയർ ചെയ്യുക. പിന്നെ IP ഫാർമസിയിലെ സ്റ്റോക്ക്, അതായത് ക്രിട്ടിക്കൽ ഏരിയാസിലുള്ള സ്റ്റോക്ക് നോക്കിയിട്ട് അത് പിന്നെ വെരിഫൈ ചെയ്യുക. പിന്നെ ഓർഡർ പ്ലേസ് ചെയ്യേണ്ട ആളുകളുമായിട്ട് ഫോളോ അപ്പ് ചെയ്യുക. പിന്നെ അതേപോലെ തന്നെ അപ്ഡേറ്റ് ദ പ്രോസസ് സ്കോർസ് ഓഫ് ദി സ്റ്റാഫ് ഇൻ ഗൂഗിൾ ഷീറ്റ്. നമ്മുടെ പിന്നെ എന്താ പറയാ, നമ്മുടെ സ്റ്റാഫുകൾക്ക് എല്ലാം അവരുടെ പ്രോസസ് സ്കോർ നമ്മൾ കൊടുത്തിട്ടുണ്ട്. ആ പ്രോസസ് സ്കോർ എല്ലാ ദിവസവും അപ്ഡേറ്റ് ചെയ്യലും മോർണിംഗ് ഷെഡ്യൂളിൽ വരുന്നതാണ്. ഒന്ന്, റിവ്യൂ സ്റ്റോക്ക് ലെവൽസ് ആൻഡ് പ്രയോറിറ്റൈസ് ഷോർട്ടേജസ്. പിന്നെ വെരിഫൈ IP ഫാർമസി ആൻഡ് സ്റ്റോക്ക് ഫോർ ദ ക്രിട്ടിക്കൽ ഏരിയാസ്. പിന്നെ അതേപോലെ തന്നെ പ്ലേസ് ദ പർച്ചേസ് ഓർഡറുകൾ പ്ലേസ് ചെയ്യുക. ഫോളോ അപ്പ് വിത്ത് വെൻഡേഴ്സുമായിട്ട് അവരുടെ അവൈലബിലിറ്റി, അവരുടെ ഡെലിവറി ടൈം അല്ലെങ്കിൽ നമ്മുടെ അർജൻസി ഏതൊക്കെ പെട്ടെന്ന് എത്തിക്കേണ്ടതുണ്ടെങ്കിൽ അങ്ങനെ. പിന്നെ അതേപോലെ തന്നെ നമ്മളുടെ സ്റ്റാഫുകളുടെ, അതായത് പിന്നെ ഫാർമസിയിലെ സ്റ്റോർ അല്ലെങ്കിൽ IP റിലേറ്റഡ് സ്റ്റാഫുകളുടെ എല്ലാം ഗൂഗിൾ ഷീറ്റ് അപ്ഡേറ്റ് ചെയ്യുക. ഫാർമസി സ്റ്റാഫുകളുടെ ഗൂഗിൾ ഷീറ്റ് പ്രോസസ് സ്കോർ ഗൂഗിൾ ഷീറ്റ് അപ്ഡേറ്റ് ചെയ്യുക. ഇനി ഡെയിലി ഷെഡ്യൂളിന്റെ മിഡ് ഡേ ടാസ്ക്, ഓവർസീ ദ റെസിപ്റ്റ് ഓഫ് ദി സ്റ്റോക്ക് ആൻഡ് പെർഫോം ദ ക്വാളിറ്റി ചെക്സ്. അതായത് നമുക്ക് റിസീവ് ചെയ്ത സ്റ്റോക്ക് ഉണ്ടാവില്ലേ, അതിന്റെ റെസിപ്റ്റ്, ബില്ല്, ഇതൊക്കെ അറേഞ്ച് ചെയ്യുക, അതെല്ലാം എത്തിക്കണമെന്ന് ഉറപ്പുവരുത്തുക. അതിന് നമുക്കൊരു സ്റ്റാഫ് ഉണ്ട്, പുള്ളിയുമായി കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക. ഇൻവെന്ററി റെക്കോർഡ്സ് റീക്യാൻസൽ ചെയ്യുക. പിന്നെ ഡിസ്ട്രി റെക്കോർഡ്സ് ആൻഡ് റീക്യാൻസൽ ഡിസ്ക്രിപ്പൻസീസ്, അതായത് ഇൻവെന്ററി റെക്കോർഡ്സ് കൃത്യമായിട്ട് അപ്ഡേറ്റ് ചെയ്യുക, അത് റീക്യാൻസൽ ചെയ്യുക, നമ്മുടെ സ്റ്റോക്കും ഇൻവെന്ററിയും തമ്മിൽ കൃത്യമാണെന്ന് ഉറപ്പുവരുത്തുക. അതേപോലെ തന്നെ ഈ മിസ്മാച്ച് വരുന്നത് ഒക്കെ ഉണ്ടെങ്കിൽ നോക്കിയിട്ട് അലൈൻ ചെയ്യാം. എൻഷുർ ദ പ്രോപ്പർ ഓർഗനൈസേഷൻ ഓഫ് ദി ഫാർമസി സ്റ്റോർ. അത് ഫാർമസി സ്റ്റോർ വളരെ നീറ്റ് ആയിട്ട് ക്ലീൻ ആയിട്ട് ഓർഗനൈസ് ചെയ്തിട്ടുണ്ട് എന്ന് ഉറപ്പുവരുത്തുകയും ചെയ്യുക. മിഡ് ഡേ ടാസ്കുകളിൽ വരുന്നതാണ്. ദെൻ പിന്നെ ഫെസിലിറ്റേറ്റ് സ്റ്റോക്ക് ട്രാൻസ്ഫർ.
നെക്സ്റ്റ് ആഫ്റ്റർനൂൺ ടാസ്കിൽ വരുന്നത് സ്റ്റോക്ക് ട്രാൻസ്ഫർ ആണ്. അതായത് IP-യിലേക്കും OP-യിലേക്കൊക്കെ വേണ്ട സ്റ്റോക്ക് ട്രാൻസ്ഫർ കൃത്യമായി നടത്തുന്നുണ്ട് എന്ന് ഉറപ്പുവരുത്തുക. ചെക്ക് ഫോർ ദ ഐറ്റംസ് നിയർ എക്സ്പയറി ആൻഡ് ഷോർട്ടേജ് എക്സ്പയർഡ് സ്റ്റോക്ക്. അതായത് പിന്നെ നിയർ എക്സ്പയറി, അതേപോലെ തന്നെ സാഗ്രിഗേറ്റ് എക്സ്പയർഡ് സ്റ്റോക്ക് എക്സ്പയർ ആയ സ്റ്റോക്കുകൾ ഉണ്ടെങ്കിൽ സാഗ്രിഗേറ്റ് ചെയ്തിട്ട് അതിന് റിട്ടേൺ ചെയ്യാനും, അല്ലെങ്കിൽ നിയർ എക്സ്പയറി ഒക്കെ ഉണ്ടെങ്കിൽ സെല്ല് ചെയ്യേണ്ട സാധനങ്ങൾ ഉണ്ടെങ്കിൽ അങ്ങോട്ട് സെല്ല് ചെയ്യാനും, പിന്നെ ഓർഡർ വരുന്നതാണെങ്കിൽ അതിലേക്ക് മാറ്റാനും, അല്ലാത്തതൊക്കെ അതിൽ നിന്ന് ഷോർട്ട് ചെയ്തതിനു ശേഷം പിന്നെ അത് തിരിച്ചയക്കാനുള്ള പരിപാടിയിൽ ചെയ്യുക. കോർഡിനേറ്റ് വിത്ത് ദ ഡിപ്പാർട്ട്മെന്റ്സ് ഫോർ ദ ആന്റിസിപ്പേറ്റഡ് മെഡിസിൻ നീഡ്സ്. അവർക്ക് വേണ്ട മെഡിസിന്റെ ആവശ്യമുള്ള മെഡിസിനുകളെ കുറിച്ചെല്ലാം ഡിപ്പാർട്ട്മെന്റുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക. എമർജൻസി നീഡ്സ് എന്തെങ്കിലും ഉണ്ടോ എന്ന് ചോദിക്കുക. എല്ലാ ദിവസവും ഈ സംഗതികൾ അപ്ഡേറ്റ് ചെയ്തുകൊണ്ടേ ഇരിക്കുക. എൻഡ് ഓഫ് ദി ഡേയിൽ വരുന്നത് പ്രിപ്പയർ ഡെയിലി സമ്മറി ആൻഡ് റിപ്പോർട്ട്സ്, പ്രൊക്യൂർമെന്റ് ആൻഡ് സ്റ്റോക്ക് ലെവൽ. നമ്മൾ ഇന്ന് എത്ര ഓർഡർ ചെയ്തിട്ടുണ്ട്, നമ്മുടെ സ്റ്റോക്ക് ലെവൽ എന്താണ്, ഇതെല്ലാം നമ്മൾ നമ്മളുടെ ഗൂഗിൾ ഷീറ്റിൽ അപ്ഡേറ്റ് ചെയ്യുന്നുണ്ട്. അത് കൃത്യമാണെന്ന് ഉറപ്പുവരുത്തുക. ദെൻ പിന്നെ റീവാലുവേറ്റ് സ്റ്റോക്ക് ലെവൽസ് ഫോർ ദ നെക്സ്റ്റ് ഡേയ്സ് ഓർഡർ. അതായത് നാളെ സ്റ്റോക്ക് ചെയ്യേണ്ട സാധനങ്ങൾ റിവാലുവേറ്റ് ചെയ്യാം. അടുത്ത ദിവസം ഓർഡറുകൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് പ്രിപ്പയർ ചെയ്യാം. എൻഷുർ ദ പ്രോപ്പർ ക്ലോസർ ആൻഡ് സെക്യൂരിറ്റി ഫാർമസി ഏരിയാസ്. ഫാർമസി ഏരിയാസും അതേപോലെ തന്നെ എന്താ പറയാ, ചില സംഗതികളൊക്കെ നമുക്ക് ക്ലോസ് ചെയ്ത് വെക്കേണ്ട സംഗതികൾ ഉണ്ടാവും. അങ്ങനത്തെ സംഗതികളൊക്കെ എല്ലാം ക്ലോസ്ഡ് ആണ്, എല്ലാ ഡോക്യുമെന്റും ക്ലോസ്ഡ് ആണ് എന്ന് ഉറപ്പുവരുത്തുകയും ചെയ്യുക. അഡീഷണൽ ഡ്യൂട്ടീസ് ആയിരുന്നു മെയിൻറ്റെയിൻ റെക്കോർഡ്സ് ഫോർ ദി ഓഡിറ്റ് ആൻഡ് കമ്പയറൻസ്. അതിന്റെ പിന്നെ ആവശ്യമുള്ള റെക്കോർഡ്സ് എല്ലാം കൃത്യമായി അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട് എന്ന് ഉറപ്പുവരുത്തുക. പിന്നെ സൂപ്പർവൈസ് ചെയ്യുക. ജൂനിയർ സ്റ്റാഫിന് IP ഫാർമസിയിലും OP ഫാർമസിയിലും ജൂനിയർ സ്റ്റാഫുകളെ സ്റ്റോറിലും ഒക്കെ സൂപ്പർവൈസ് ചെയ്യുക. പിന്നെ ഓൺ കോൾ അറേഞ്ച്ഡ് ആയിരിക്കുക, മീൻസ് റെഡി ആയിരിക്കുക. ഇൻ കേസ് എന്തെങ്കിലും അർജന്റ് പ്രൊക്യൂർമെന്റോ അതുപോലുള്ള സംഗതികൾ ഉണ്ടെന്നുണ്ടെങ്കിൽ ഓൺ കോൾ അവൈലബിൾ ആവുക. ബാക്കിയുള്ള ഫ്രീ സമയങ്ങൾ ഉണ്ടെങ്കിൽ നമ്മുടെ ഫാർമസിയിൽ റൗണ്ട്സും അതേപോലെ തന്നെ ഫാർമസി നീഡ്സ് അവർക്ക് വേണ്ട സപ്പോർട്ടുകളും ചെയ്തു കൊടുക്കുക. ഇത്രയും കാര്യങ്ങളാണ് ഒരു ഫാർമസി പ്രൊക്യൂർമെന്റ് ഏരിയയിൽ വർക്ക് ചെയ്യുന്ന ഇൻചാർജിന് ഉണ്ടാവുന്ന ഡെയിലി റൊട്ടീൻ. ഇത് കൂടാതെയും ചിലപ്പോൾ ചില പിന്നെ സിറ്റുവേഷൻസിൽ അഡീഷണൽ ജോബ്സ് ഉണ്ടാവും. അതും ഇതിന്റെ കൂടെ പറയുന്നില്ല. ബട്ട് ടൈം ടു ടൈം ആ സംഗതികൾ അറേഞ്ച് ചെയ്യേണ്ടിയും വരും.